അല്ല അതിൻ്റെ പിന്നുള്ള വരികളും ആ കഥാസന്ദർഭമായിട്ട് വളരെ ഇഴുകിച്ചേർന്നതാണ്. അതായത് വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ. ആ വനസരോവരം എന്നും സിനിമയെ കാണുന്നു. എന്നും എന്ന് പറഞ്ഞാൽ ആ സിനിമ ഇങ്ങനെ പോകുമ്പോൾ പ്രേം നമ്മുടെ മഖദൂർക്ക അതിൻ്റെ കരയിലിരുന്ന് ചൂണ്ടയിടുകയാണ്. ഈ ജോസ് എന്ന് പറയുന്ന പ്രേം നസീർ വരുമ്പോഴൊക്കെ ഈ ബഹദൂർ മോനെ എന്ന് പറഞ്ഞ് സംസാരിക്കും. ഇക്കാന്നാണ് ഈ ബഹദൂറിനെ ആ കഥാപാത്രത്തെ സിനിമയിൽ വിളിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം വരുമ്പോൾ ഈ ബഹദൂർ ആ കഥാപാത്രം പ്രേം നസീറിനോട് ചോദിക്കും, ഒരു 10 ഉറുപ്പിക നീ എനിക്ക് തരുമോ എന്ന്. ഇപ്പോൾ പ്രേം നസീർ പോക്കറ്റൊക്കെ തപ്പുമ്പോൾ 10 രൂപ തികച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ ദരിദ്രനായ ഒരു പട്ടാളക്കാരനാണ്, തികച്ചില്ല. അപ്പം പറഞ്ഞു, നാളെ ഞാൻ കൊണ്ടുതരാം ഇക്ക, നാളെ ഇതേ സമയം വരുമ്പോൾ കൊണ്ട്. മിക്ക ദിവസവും അവർ വരും. അതുമല്ല ആ സരോവരത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. നായികയെ കണ്ടുമുട്ടുന്നതും നായികയും കുഞ്ഞുമായിട്ട് അവർ വിവാഹബന്ധം വേർപെടുത്തിയ ഒരു നായികയാണ് നന്ദിത ബോസ് അവതരിപ്പിച്ച കഥാപാത്രം. ആ ഇതിൽ രക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പ്രേം നസീർ. എന്നിട്ട് 10 ഉറുപ്പികയായിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ ഈ ബഹദൂർക്കയെ കാണുന്നില്ല. പകരം കെ.എസ്. സേതുമാധവൻ എന്ന അതുല്യനായ സംവിധായകൻ കാണിക്കുന്നത് ഇദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചൂണ്ട ഓളപ്പരപ്പിൽ ഇങ്ങനെ നീന്തി കളിക്കുന്നതാണ്. അതിൻ്റെ ക്ലോസപ്പ് ഷോട്ടിലാണ് അദ്ദേഹത്തിൻ്റെ തിരോധാനം, മരണം നമ്മെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന രീതിയിൽ ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത്. അതൊക്കെ നമ്മളെ വല്ലാതെ, കാരണം അതുകൊണ്ടാണ് വനസരോവരമേ എന്ന് വയലാർ എഴുതിയത്. കാരണം വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങും, അത്ര മനോഹരമായ ഒരു സരോവരമാണത്. കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ, നിൻ്റെ നീലവാർമുടി ചുരുളിൻ്റെ അറ്റത്ത് ഞാൻ എൻ്റെ പൂ കൂടി ചൂടിച്ചോട്ടോ എന്ന്. അല്ല, ഞാൻ പറഞ്ഞ ഇത്തരം സന്ദർഭമായിട്ടൊക്കെ ഏറ്റവും ഇണക്കിക്കൊണ്ടാണ് വയലാർ ഈ പാട്ടുകൾ എഴുതിയത്. അതുകൊണ്ടാണ് നമുക്ക് ആ പാട്ടുകളോട് കൂടുതൽ അടുപ്പം തോന്നുന്നത്. പക്ഷേ സീൻ മാറി, ഇപ്പോൾ അത്തരത്തിലുള്ള കഥകളില്ല. നമ്മൾ പുതിയ കാലഘട്ടത്തെ അഡ്രസ്സ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ പുതിയ കാലഘട്ടത്തിൽ പ്രേത സിനിമ ചെയ്യുന്ന സമയത്ത് ആ പ്രേതം വന്നിട്ട് നമ്മളോട് പറയാണ്, നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ എന്ന് പറയാണ്. അപ്പോൾ അത് പ്രേതം പറയുമ്പോൾ നമ്മൾ അതിനെ തമാശയായിട്ട് എടുക്കാനാണ് കരുതുന്നത്. അത് തമാശയാണ്. ആ തമാശ നമ്മൾ തിയേറ്ററിന്റെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് ആദരാഞ്ജലി എന്ന് പറയുന്ന ഒരു വാക്കിന് പ്രശ്നം വരുന്നത്. പക്ഷെ സിനിമയായിട്ട് നോക്കുമ്പോൾ അത് ഉൾച്ചേർന്ന് തന്നെ നിൽക്കുന്നില്ല. അപ്പൊ ആ അർത്ഥത്തിൽ അതിനെ വിമർശിക്കേണ്ടതുണ്ടോ സത്യത്തിൽ? അല്ല, അങ്ങനെ വിമർശിച്ചിട്ടില്ല. കാരണം ഈ ഇപ്പോഴത്തെ പാട്ടുകൾ ഈ ചുമ്മാ ഒരുമാതിരി വാക്കുകളുടെ നിരത്തലാണ്. അതായത് പദാവലി ഒരിക്കലും കവിതയോ ഗാനമോ ആകുന്നില്ല. പദാവലി എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥം ഉണ്ടാകണം, ഔചിത്യം ഉണ്ടാകണം. കാരണം ഈ പഴയ പാട്ടുകളിനോടുള്ള നമ്മുടെ പ്രതിപത്തി എന്ന് പറയുന്നത് അതിനൊക്കെ ഔചിത്യം ഉണ്ടായിരുന്നു. ഭാസ്കരൻ മാഷ് അല്ലെങ്കിൽ വയലാർ അല്ലെങ്കിൽ ഒ.എൻ.വി. സാറ് പണ്ട് പറയുമല്ലോ, 2 വാക്കുകൾ ചേർക്കുമ്പോൾ മൂന്നാമതുണ്ടാകുന്ന വാക്കല്ല നക്ഷത്രമാണെന്ന് പറയുമ്പോൾ അത്രയും നക്ഷത്രങ്ങളായി മാറിയിട്ടുണ്ട് അവരുടെ വാക്കുകൾ. പക്ഷേ പുതിയ വാക്കുകളില്ല, വാക്കുകളിൽ നിന്ന് അർത്ഥമില്ല. അവർ ചുമ്മാ ഇങ്ങനെ കുറേ വാക്കുകൾ വഴിക്ക് വയ്ക്കുന്നത്. ഇപ്പോൾ ഇറങ്ങിയ പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് അതും വിനായക് ശശികുമാറാണ് എഴുതിയിരിക്കുന്നത്. അക്കിത്തിക്കുത്താന അസ്ഥിക്കുള്ളിൽ നീയ, ഇഷ്ടം കൂടാൻ വാവ ക്യൂട്ടിപ്പെണ്ണെ, രക്തക്കുഴലിലാകെ പ്രേമക്കൊഴുപ്പിതോ, ഞെട്ടിപ്പൊട്ടിക്കേറും കുപ്പിച്ചില്ലേ. ഇതാണ് പാട്ട്. ഇതിനോട് യോജിക്കാൻ എനിക്ക് ഒരിക്കലും പറ്റുന്നില്ല. കാരണം പറ്റുകയുമില്ല. കാരണം സാമാന്യമായി ചിന്തിക്കുന്ന ഒരു ജനതയ്ക്കും ഇതിനോട് യോജിക്കാൻ പറ്റുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ കുമാരനാശാൻ്റെയും ചങ്ങമ്പുഴയുടെയും വള്ളത്തോളിൻ്റെയും പിന്നീട് വൈലോപ്പിള്ളിയുടെയും ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ പോലെയുള്ള കവികളുടെ, അല്ലെങ്കിൽ ഒ.എൻ.വി. കുറുപ്പ് സാറിൻ്റെ, സുഗതകുമാരി ടീച്ചറിൻ്റെ ഇത്തരം കവിതകൾ കേട്ട് വളർന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം. അപ്പോൾ ഈ ഇത്തരം പൊട്ടയായ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് പുച്ഛമാണ് തോന്നുന്നത്. ഇതിനൊരർത്ഥമില്ല. കാരണം ഈ ഒരു താൽക്കാലികമായ ഒരു ബഹളം ഉണ്ടാക്കാനല്ലാതെ വേറൊന്നിനും ഉപയോഗിക്കുന്നില്ല. പക്ഷേ സിനിമയ്ക്കൊക്കെ തോളം ഉണ്ടാക്കുക, സിനിമ ഹൈപ്പിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇതിനകത്ത് ലക്ഷ്യം. ഇപ്പോൾ ആരാധിക എന്ന് പറയുന്ന പാട്ട് വിനായക് ശശികുമാർ എഴുതിയതാണ്. വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ്, ഇപ്പോഴും റിപ്പീറ്റഡ് ആസ്വദിക്കുന്നൊരു പാട്ടാണ്. അപ്പോൾ മറ്റു പാട്ടുകൾ എഴുതുന്ന സമയത്ത് ഇതേപോലെ സംവിധായകൻ്റെ ആവശ്യപ്രകാരം എഴുതുന്ന അപ്ലൈഡ് ആർട്ട് പ്രയോഗിക്കുന്ന ഷിബു ചക്രവർത്തി ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, നമ്മുടെ എഴുത്തെന്ന് പറയുന്നത് കവിതയല്ല, അതിനകത്ത് കവിത്വം നിങ്ങൾ കാണണ്ട, അപ്ലൈഡ് ആർട്ടാണ്. അത് ഗാനം അപ്ലൈഡ്, പ്രയുക്ത കാവ്യം എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. അപ്ലൈഡ് പോയിട്രി അത് തന്നെയാണ്. പക്ഷേ അപ്ലൈഡ് പോയിട്രിക്കകത്തും ഒരു അർത്ഥവും ഔചിത്യവും വേണ്ടേ? അത് ഞാൻ പറഞ്ഞു, അർത്ഥം വേണം, ഔചിത്യം വേണം. എന്തെങ്കിലും വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ വിളമ്പിയാൽ അതെങ്ങനെ പാട്ടാവും? ഒന്നാമത് ഇപ്പം ദേവരാജൻ മാഷിനെ എനിക്ക് വളരെ അടുത്ത
സൗഹൃദം ഉണ്ടായിരുന്ന ഒരാളാണ്. സൗഹൃദം എന്നല്ല അദ്ദേഹത്തിനോട് പറയേണ്ട, അദ്ദേഹമായിട്ടുള്ള ബന്ധത്തെ സൗഹൃദം എന്ന് പറയുന്നത് ശരിയുമല്ല. അദ്ദേഹം വളരെ റെസ്പെക്റ്റബിൾ പേഴ്സണാണ്. അദ്ദേഹം എൻ്റെ ഈ വീട്ടിൽ 4 തവണ വന്നിട്ടുണ്ട്. അദ്ദേഹം കരമന താമസിക്കുമ്പോൾ ഞാൻ അവിടെ ഒരു നിത്യ സന്ദർശകനായിരുന്നു. അദ്ദേഹം പാട്ട് ചിട്ടപ്പെടുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്. അദ്ദേഹം ഒരിക്കൽ ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാർമോണിയത്തിൻ്റെ മുകളിൽ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരു മാത്ര വെറുതെ നനച്ചു പോയിരുന്ന ആ പാട്ട് ONV സാറിൻ്റെ മനോഹരമായ കൈപ്പടയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അവർ തമ്മിൽ 8 വർഷത്തോളം പിണങ്ങി മാറി നിന്നു. അപ്പോൾ അതിനുശേഷം ഇത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മാഷേ ONV സാറുമായിട്ട് വീണ്ടും ഒരുമിക്കുകയാണോ എന്ന് ചോദിച്ചു. അതെ, അങ്ങനെ സംഭവിക്കാൻ പോകുന്നു, അതിന് JC ആണ് കാരണക്കാരൻ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പേനയെടുത്ത് ആ വരിയിൽ വെറുതെ എന്നുള്ള വാക്ക് അടിയിൽ വരച്ചു. എന്നിട്ട് പറഞ്ഞു, ONV വെറുതെ എന്നത് വെറുതെ എഴുതുകയില്ല, പക്ഷേ എനിക്ക് ആ വെറുതെ മെരുക്കിയെടുക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം പറഞ്ഞ വാക്കാണ്, മെരുക്കിയെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വെറുതെ കളിയാക്കി പറഞ്ഞു, ബ്രഹ്മാവിനാണ് ആയുസ്സിന് പഞ്ഞം, ചുമ്മാ പറയാതെ മാഷേ എന്നൊക്കെ പറഞ്ഞു. ഇല്ല, എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, പക്ഷേ ഞാൻ 3 ഉറക്കം ഒഴിച്ച് അതിനുവേണ്ടി ഞാൻ തപസ്സിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോൾ, അന്ന് ഇവിടെ എൻ്റെ വീട്ടിൽ ഫോണില്ല, അടുത്ത വീട്ടിൽ ഫോണിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, താൻ നാളെ ഓഫീസിൽ പോവാതെ തരങ്കിണിയിലോട്ട് വാ, ഞാൻ അതിനെ മെരുക്കിയെടുത്തു. ദാസല്ല പാടുന്നത്, യേശു അല്ല പാടുന്നത്. അദ്ദേഹം യേശു എന്നാണ് യേശുദാസിനെ വിളിക്കുക. യേശു അല്ല പാടുന്നത്, ട്രാക്കാണ്, ചന്ദ്രനാണ് പാടുന്നത്. എങ്കിലും ഞാനത് ട്യൂൺ ചെയ്ത് നല്ല നാളെ റെക്കോർഡിംഗാണ്, കേൾക്കാം. ഞാനത് ലീവ് എടുത്ത് ഞാൻ പിറ്റേ ദിവസം തരങ്കണിയിൽ പോയി. എനിക്ക് വളരെ അടുത്തുമാണല്ലോ. തരങ്കണിയിൽ ചെന്നപ്പോൾ അദ്ദേഹം എൻ്റെ കൺസോളിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പിടിച്ചിരുത്തി. അതൊക്കെ എനിക്ക് കിട്ടിയ ഒരു വലിയ സൗഭാഗ്യമാണ്. ഈ പാട്ടിനെക്കുറിച്ച് എഴുതിയത് കൊണ്ട് കിട്ടിയ ഒരു സൗഭാഗ്യമാണ്. ദേവരാജൻ മാഷ് ആരോടും അങ്ങനെ മമത കാണിക്കാത്ത, അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ എല്ലാവരെയും അകറ്റി നിർത്തുന്ന ദേവരാജൻ മാഷ് എന്നെ തൊട്ടടുത്ത് പിടിച്ചിരുത്തിയിട്ട് ആ പാട്ട് കേൾക്കുമ്പോൾ, ആ വെറുതെ എന്നുള്ള ഭാഗം നിങ്ങൾ കേട്ടു നോക്കൂ. ആദ്യം നമ്മൾ കേൾക്കുമ്പോൾ ഉള്ള വെറുതെ അല്ല, പിന്നീട് അത് ആവർത്തിക്കുമ്പോൾ വരുന്ന വെറുതെക്ക് വേറെ ചില സംഗതികൾ അദ്ദേഹം ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ സംഗതികൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ തൊട്ട് കണ്ണി വെച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, ഒരാളുടെയും കാലിൽ തൊട്ട് കണ്ണി വയ്ക്കാനൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. കാരണം അദ്ദേഹത്തിലെ കലാകാരനെ എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നീട് ഞാൻ ONV സാറിനെ കണ്ടപ്പോൾ ഈ കഥ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനോട്. സാറൊന്നും ഇല്ലായിരുന്നു ഈ റെക്കോർഡിങ്ങിന്. സാറ് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ഞങ്ങൾ 8 വർഷം പിണങ്ങിയിരുന്നില്ലേ, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് തന്നെയാണ് ആ പാട്ട് എഴുതിയത്. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഒരു മാത്രം വെറുതെ നനച്ചു പോയി എന്ന് ദേവരാജൻ ഉണ്ടായിരുന്നെങ്കിലെന്നുള്ള ആ സങ്കല്പത്തിൽ തന്നെയാണ് ആ പാട്ട് എഴുതിയത് എന്ന് പറഞ്ഞു. ഈ വിമർശിക്കുമ്പോൾ പല ആംഗിളിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വായന നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വായിക്കാൻ പറ്റും പല വരികളെ. ഇപ്പോൾ കൈതപ്രത്തിനെ വിമർശിക്കുന്ന സമയത്ത് ഈ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് സ്വപ്നം കണ്ടിറങ്ങി വന്നവളെ, അപ്പോൾ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് നോക്കാൻ പറ്റില്ലെന്നും തീരമാണുള്ളതെന്നും വെള്ളത്തിലേക്ക് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനകത്ത് മറ്റൊരു അവസരത്തിൽ ഇപ്പോൾ വിനായക് ശശികുമാർ തന്നെ അതിനകത്ത് ഇടപെട്ട് സംസാരിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഈ അടുത്ത കാലത്ത് ഒരു പരിപാടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് അടുത്ത വരി എന്ന് പറയുന്നത് സ്വപ്നം കണ്ടിറങ്ങി വന്നവളെ, അവൾ തീരത്തേക്കാണ് വന്നത്, അതുകൊണ്ട് അവൾ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുങ്ങിച്ചാവുമായിരുന്നു എന്ന് തമാശയ്ക്ക് പറയുന്നത്. അങ്ങനെയല്ല,